നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സത്യഭാമയാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം. സത്യഭാമയുടെ വർണ്ണവേറി പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. ഇപ്പോഴിതാ മന്ത്രി KB ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. കാരണം ഈ സത്യഭാമയെ വിമർശിക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലും ഇത്തരമൊരു സത്യഭാമ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. മാത്രമല്ല, ഇത്തരം ആളുകൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും നാൾ ജീവിച്ചു വന്നത് പോലും അത്ഭുതമായി തോന്നുന്നു എന്നും അദ്ദേഹം വിമർശിക്കുന്നു. മാത്രമല്ല, കലാകാരന്മാർ ിടയിൽ തന്നെ നിറവ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോഴും അവരുടെ കലയുടെ അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് മുന്നേറി വന്നിട്ടുള്ള ഓരോ വ്യക്തികളുടെ നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ രജനീകാന്ത് ലോകശ്രദ്ധ നേടിയ ഒരു സിനിമാ താരമാണ്, അല്ലെങ്കിൽ ഒരു നടനാണ്, നായകനാണ്. ജപ്പാനിൽ പോലും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അദ്ദേഹത്തിന്റെ നിറം എന്താണെന്ന് ചോദിക്കുന്നു. മാത്രമല്ല, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ, എന്നും ഒരു പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്ന അല്ലെങ്കിൽ പ്രധാനിയായി മലയാള സിനിമയിലെ ഒരു തലതൊട്ട ഒപ്പന്മാരിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനിയാണ് സത്യൻ. അദ്ദേഹത്തിന്റെ നിറം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ നിറങ്ങൾ വെച്ച് വേർതിരിക്കുകയാണെങ്കിൽ ഇവിടെ ആരെയൊക്കെ എങ്ങനെയൊക്കെ വേർതിരിക്കും? അങ്ങനെ വേർതിരിച്ചിട്ടുള്ളവരൊക്കെ തന്നെയും അവരുടെ കഴിവ് കൊണ്ട്, സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും മുന്നിലോട്ട് വന്നവർ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിലുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കലാഭവൻ മണി. അദ്ദേഹത്തെ എത്ര തന്നെ പലരും പല നിറത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രീതിയെക്കുറിച്ചും ഒക്കെ തന്നെ വിമർശിച്ചാലും അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട്, സ്വന്തം കഴിവുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടുകൊണ്ടേയിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയും ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ എന്ന ഒരു ചോദ്യമാണ് ഗണേഷ് കുമാർ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മലയാളം കണ്ട ഏറ്റവും വലിയ അഭിനയത്തിൻ്റെ കിരീടം ചൂടി സിംഹാസനത്തിരുന്ന് ഇന്ന് നമ്മളെ രണ്ട് അഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ സത്യനാണ്. അദ്ദേഹം നല്ല കറുപ്പായിരുന്നു. രജനീകാന്ത് ഇന്ത്യയിലെ ഏറ്റവും ഒരാളെ ബേസ് ചെയ്ത് സിനിമ എടുക്കുകയും ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന രജന. ചൈനയിൽ പോലും ആരാധകരുള്ള, ജപ്പാനിൽ പോലും ആരാധകരുള്ള രജനീകാന്ത് നല്ല കറുപ്പാണ്. വിജയകാന്ത്. അപ്പോൾ കറുപ്പ് ഒരാളെ കുറ്റമല്ല. പിന്നെ ഡാൻസ് കളിക്കുന്നത് ആണ് കളിക്കണോ പെണ്ണ് കളിക്കണോ എന്നൊക്കെ അടിക്കുന്ന കലാകാരൻ്റെ താല്പര്യമാണ്. അതൊക്കെ ഒരു ന്യായങ്ങളാണ്. ഈ നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം, പുറത്ത് പറഞ്ഞതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, പക്ഷേ മനസ്സിലെത്തരം ചിന്തകൾ കൊണ്ടു നടക്കരുത് എന്ന് എനിക്ക് പറയാം. ഒരു കലാകാരന് മതപരമായ അല്ലെങ്കിൽ കലാകാരിക്ക് ജാതിപരമായോ മതപരമായോ ഒരു ചിന്തയും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കറുത്ത ആൺകുട്ടികൾക്ക് സൗന്ദര്യമില്ലെന്ന് അവർ പറയും. കറുത്ത ആൺകുട്ടി നല്ല സൗന്ദര്യമുണ്ട്. രജനീകാന്ത് അതിൻ്റെ ഉദാഹരണമല്ലേ? ഏതാ സത്യൻ? എന്താ സൗന്ദര്യത്തിന് കുറവെന്താ? കറുത്ത ആൺകുട്ടി നല്ല സൗന്ദര്യമുണ്ട്. മലയാളത്തിലെ ഏറ്റവും നല്ലൊരു നടനാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു നടനാണ് ഹരീഷ് ശ്രീയാശോ. അദ്ദേഹം പാലുഹലിരിക്കുവാന്നോ? അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ വളരെ പ്രോമിസീവ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഈ തലമുറയിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു നടനാണ്. നമ്മളിപ്പോൾ ഭ്രമയുഗമൊക്കെ കണ്ടു. എത്ര മനോഹരമായി മമ്മൂട്ടിയെ പോലൊരു വലിയ നടനോടൊപ്പം, ഒരു മഹാനടനോടൊപ്പം അഭിനയിക്കുമ്പോൾ ആ പ്രകടനം അത് കാണുമ്പോൾ മനസ്സിലായി അയാൾ വെളുത്തിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. വെളുത്തിരുന്ന അധികം വെളുക്കുന്നത് നല്ലതല്ല. ഇച്ചിരി ഒരു കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭംഗിയുള്ളൂ. മലയാളി ഒരല്പം പാല് പോലത്തെ മലയാളികൾ വളരെ കുറവല്ലേ? അതുകൊണ്ട് വെളുപ്പും കുറ്റമല്ല, കറുപ്പും കുറ്റമല്ല. പിന്നെ ഈ ഒരാൾ വെളുപ്പായിട്ട് ജനിക്കുന്ന അപേക്ഷ കൊടുത്തിട്ടാണ്? അല്ലല്ലോ. ഒരാൾ കറുപ്പായിട്ട് ജനിക്കുന്നത് അപേക്ഷ കൊടുത്തിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ മൂത്ത ആൾ കറുപ്പായിരുന്നെങ്കിൽ ഇളയാൾ വെളുപ്പായിരിക്കും. എൻ്റെ വീട്ടിൽ പോലും അതുണ്ടായിരുന്നു. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഈ കറുത്ത കുട്ടികളുടെ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അവനവന് ഈ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കറുത്ത നിറമുള്ള കുട്ടികൾ വേഗം വേറെ എങ്ങോട്ടെങ്കിലും പോവുക. നമ്മളെ ടീച്ചർക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് അവർ തന്നെ പറഞ്ഞല്ലോ.